നമസ്കാരം. ഈ പ്രവാസികളായ വ്യക്തികളൊക്കെ തന്നെ നാട്ടിൽ പോകുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്താണ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ഫാമിലിയിലുള്ള ആൾക്കാരും ആ സമയത്താണ് നാട്ടിൽ പോകുന്നത്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തും നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അതിൻ്റെ 10-40 ദിവസം ഉണ്ടായിരുന്നു അവർക്ക് അവധി. പക്ഷേ ഈ വീട്ടിൽ വളർത്തുന്ന ചെടികളും ചിലപ്പോൾ വീട്ടിലുള്ള ഈ മത്സ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ ഇതിനൊക്കെ തീറ്റയും വെള്ളമൊക്കെ ആരൊഴിക്കുമെന്നൊരു സംശയം അവനുണ്ടായി. അവൻ മറ്റു സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നൊരു വ്യക്തിയുടെ പേര് പറഞ്ഞു. ആ പുള്ളി ഏൽപ്പിച്ചാൽ മതി, വിശ്വസ്തനാണ്, പുള്ളി ഒന്നും ചെയ്യില്ല, അദ്ദേഹം വേണ്ട രീതിയിൽ ചെയ്തോളും കാര്യങ്ങളെന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ അല്പം മനസ്സോടെ ആ വ്യക്തിയെ കീ ഏൽപ്പിച്ചിട്ട് നാട്ടിലേക്ക് പോയി. എന്നാൽ വീട്ടിലുള്ള CCTV വെച്ചിട്ട് അവൻ നോക്കുന്നുണ്ട്, ഇയാൾ വരുന്നുണ്ടോ, വീട്ടിലെന്തെങ്കിലും അനധികൃതമായി എന്തെങ്കിലും അയാൾ കൈയെടുത്തുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ വരുന്നു, വെള്ളം ഒഴിക്കുന്നു, മീൻ അല്പം തീറ്റ കൊടുക്കുന്നു, ഇയാൾ തിരിച്ചു പോകുന്നു. ഒന്നിരിക്കുക പോലും അവിടെ ചെയ്യുന്നില്ല. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇയാൾ ഈ കൈയൊക്കെ ഹാൻഡ് ഓവർ ചെയ്തു. ഇവൻ്റെ വണ്ടിയുടെ കീയും അയാളുടെ കയ്യിലായിരുന്നു കൊടുത്തിരുന്നത്. ഇവൻ കുറച്ച് കഴിഞ്ഞ് ഇത് ഒരു കാര്യം മനസ്സിലാക്കി. ഒരു സമയം നാട്ടിൽ പോകുന്ന ഒരുപാട് എല്ലാ വ്യക്തികളും ഈ വ്യക്തിയുടെ കയ്യിലാണ് കീകൾ, അവരുടെ വീടിൻ്റെയും വണ്ടിയുടെയും കീ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. കാരണം വളരെ വിശ്വസനാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ മനുഷ്യൻ തന്നെ താമസിക്കുന്നത് കാരണം ജൂൺ, ജൂലൈ ആയിരിക്കത്തില്ല നാട്ടിൽ പോകുന്നതെന്ന് കരുതി. എന്തോ സംസാരത്തിനിടയിൽ ഇവൻ ചോദിച്ചു, ഇക്ക എന്നാ നാട്ടിൽ പോകാറുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു 15 വർഷമായിട്ട് അയാൾ നാട്ടിൽ പോയിട്ടില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ അയാളുടെ കാരണം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കച്ചവടം നടത്താമെന്നൊരു ആഗ്രഹത്തോടുകൂടി നാട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യനാണ്. നാട്ടിലുള്ള വസ്തുക്കളും അല്ലെങ്കിൽ കുറേ കടങ്ങളൊക്കെ എടുത്ത് അയാൾ ആ കാശൊക്കെ സ്വരൂപിച്ച് ഗൾഫിലേക്ക് വരികയും ഇവിടെ ഒരു ചെറിയ ബക്കാല പോലെ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് കൂടെ അവിടെ നടന്ന കുറേ ആൾക്കാരെ അദ്ദേഹം ഈ ബക്കാലയ്ക്ക് കൂടെ അയാളെ സഹായിക്കാനായിട്ട് കൂടെ കൂട്ടുകയും, എന്നാൽ ഈ കൂടിയ ആളുകൾ എല്ലാം കൂടെ ചേർന്ന് തന്നെ ഈ മനുഷ്യനെ നല്ല രീതിയിൽ തന്നെ പറ്റിച്ചു. ഏറ്റവും വലിയ പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിക്ക് സാമ്പത്തികമായി വളരെ പ്രതിസന്ധി വന്നപ്പം ഈ മനുഷ്യൻ്റെ പാസ്പോർട്ട് പണയം വെച്ച് അവന് പൈസ എടുത്തു കൊടുത്തു. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ആ പൈസ തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞ വ്യക്തി പിന്നീട് ഇയാളെ വിളിച്ചിട്ടില്ല, നാട്ടിൽ അന്വേഷിച്ച ഒരാളെ കിട്ടിയില്ല. ആ മനുഷ്യൻ ആരോടും ഒരു പരാതിയില്ല, അങ്ങനെ കഴിയുകയാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ഈ വ്യക്തിയുടെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഗൾഫിലേക്ക് ഈ ജോലി തേടി അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് വന്ന സമയത്ത് അയാളുടെ കുഞ്ഞിന് 6 മാസമാണ് പ്രായം. ഇതുവരെയായിട്ടും ആ കുഞ്ഞിനെ നേരിൽ കണ്ടിട്ടില്ല, വീഡിയോ കോളിലൊക്കെ കാഴ്ചയുള്ളൂ. അപ്പം എൻ്റെ കൂട്ടുകാരൻ അയാളോട് ചോദിച്ചു, ഇക്കാർക്ക് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോകണമെന്നുണ്ട്, പക്ഷേ പാസ്പോർട്ടില്ല, വിസ ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി, അത് റിന്യൂ ചെയ്യണം, അതിനൊരു ഭാരിച്ച തുക കടമായിട്ട് കിടപ്പുണ്ട്, അപ്പം അത്രയും പൈസ ഒന്നും ഉണ്ടാക്കി നാട്ടിൽ പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ചെയ്യാത്ത ജോലി ഒന്നും തന്നെ ഇല്ല. വണ്ടികൾ കഴുകി കൊടുക്കും, ചുമക്കും, ഒരുപാട് ജോലികൾ, എല്ലാവർക്കും സഹായിയാണ്. അപ്പോൾ ഇവനെ ഇത് വല്ലാണ്ട് അലട്ടി, ഈ ഒരു മനുഷ്യനെ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇവൻ്റെ കുറേ സുഹൃത്തുക്കളും ചേർന്നിട്ട് എന്താ പറയുക, നമുക്കറിയാലോ ഒരു നാട്ടിൽ എപ്പോഴും അത് പ്രവാസിയായാലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലായാലും കുറച്ച് ചെറുപ്പക്കാർ, കുറച്ച് വ്യക്തികൾ അവരുടെ ജോലിയിൽ നിന്നൊക്കെ കഴിഞ്ഞ് വീടും ഒക്കെ കഴിഞ്ഞിട്ട് നാടിന് വേണ്ടിയിട്ടല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട്, അതിനകത്തൊരു ജാതിയോ മതമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എപ്പോഴും എല്ലാ സ്ഥലത്തും കുറച്ച് നല്ല കുറേ ആൾക്കാർ കാണും, യാതൊരു പ്രതിഫലവും ചിന്തിക്കാതെ മറ്റുള്ള സഹായിക്കണമെന്ന് കരുതിയിട്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ ഇവൻ കൂട്ടി ഇവനും കൂടെ ചേർന്ന് ഈ മനുഷ്യൻ്റെ വിഷയം എംബസിയിൽ അവതരിപ്പിക്കുകയും അവിടുന്ന് പാസ്പോർട്ടും മറ്റു കാര്യങ്ങളും എടുക്കുകയും ഇയാൾക്ക് നിലവിലുണ്ടായിരുന്ന ബാധ്യതകൾ ഇവരെല്ലാം കൂടെ ചേർന്ന്, കാരണം വലിയൊരു എമൗണ്ട് ആയിരുന്നു, അത് പലരും കൂടിയപ്പം ചെറിയൊരു എമൗണ്ടായിട്ട് ഓരോരുത്തർക്കും ബാധിച്ചു. ഇവരെല്ലാം കൂടെ ചേർന്ന് ആ ബാധ്യത അയാളെ ഒഴിവാക്കി ഇയാൾക്ക് നാട്ടിൽ പോയി ചെറിയൊരു മാടക്കട പോലെ ചെറിയൊരു കട തുടങ്ങാനുള്ള കാശും കൂടെ സ്വരൂപിച്ച് കൊടുത്ത് ഇയാളെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് അയച്ചു വിട്ടു. ഞാനിത് കേട്ടപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞൊരു കേസാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു മെസ്സേജും കൂടെയാണ് ഒരാളുടെ നിന്ന്. ഇത്തരം ആളുകൾ ഒരുപാട് പേര് പ്രവാസ ലോകത്ത് കിടപ്പുണ്ട്, ചെറിയ ബിസിനസ്സുകൾ ചെയ്തത് അല്ലെങ്കിൽ മറ്റൊരാളെ വിശ്വസിച്ച് കൂടെ കൂട്ടി അവർ ചതിച്ചിട്ട് പോയി പാസ്പോർട്ടൊക്കെ പണയത്തിലായി, അല്ലെങ്കിൽ പാസ്പോർട്ടൊക്കെ കളഞ്ഞു പോയി, നാട്ടിൽ പോകാതെ, മക്കളെ കാണാതെ, അപ്പനെ അമ്മയും കാണാതെ, ഭാര്യയെ കാണാതെ, സഹോദരങ്ങളെ കാണാതെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല വ്യക്തികളുണ്ട്. ഒരു പക്ഷെ നമ്മൾക്കറിയാവുന്ന വ്യക്തികൾ പോലും ഇതിനകത്ത് ഈ ഗണത്തിൽപ്പെടും. നമ്മൾ പക്ഷെ അവരുടെ വിഷമങ്ങൾ ചിലപ്പോൾ അറിയത്തില്ല, ചിലപ്പോൾ അവർ നമ്മളോട് പറയാറില്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട് എംബസിയൊക്കെ ഇടപെട്ട്
നാട്ടിൽ ഒരിക്കലെങ്കിലും തിരിച്ചെത്താൻ പറ്റുന്ന ആളുകൾ പറ്റുന്ന രീതിയിൽ സഹായിക്കട്ടെ. നല്ല മനസ്സുള്ള ആൾക്കാർ, ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല മനസ്സുള്ള ആളുകൾ ഉണ്ടാവട്ടെ. ഒരുപാട് ആളുകൾക്ക് ഒരു ആശ്വാസമാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ അറിവിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. അതിലും വലിയൊരു പുണ്യ പ്രവൃത്തി ലോകത്തിലെങ്ങുമില്ല. താങ്ക് യു.